ഹലോ. ഹലോ. നിങ്ങളെവിടെ? എന്താണ് പറഞ്ഞേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഹലോ, ഞാനിവിടെ താരമാപ്പോയി. നീ ഇവിടുത്തെ ആരാന്നോ? ആ, എന്നതാടോ അപ്പൊ അങ്ങനെ ഒരു ചോദ്യോ? എനിക്ക് ഓ, ഇവിടെ ഒരു ഫ്രീഡം കിട്ടണില്ല. അതെന്താ എനക്ക് ഫ്രീഡം ഇല്ലാത്ത? ഇത്രയും കാലം കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നെന്താ പറ്റിയ? എനിക്ക് അടുക്കളയിൽ കയറാൻ പാടില്ല, കുക്ക് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ആരാടോ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? നിങ്ങളെ ഉമ്മയും പെങ്ങളും നിങ്ങളെ ഉമ്മാക്കും പെങ്ങൾക്കും ഒന്നും എന്നെ ഇഷ്ടമല്ല. ഇപ്പൊ അതെല്ലാവരുടെ ആയുസിന് വേണ്ടിയിട്ടായിരിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അതെന്താ നിങ്ങൾ എങ്ങനെ പറയണ? ഈ ബിരിയാണി ഉണ്ടാക്കിയത് മറന്നുപോയോ? എല്ലാവർക്കും ലാഭത്തൊക്കെ പറ്റില്ല ആക്കോയി. അതൊക്കെ ശരിയെന്നാടോ. എന്ത് പറ്റി എനക്ക്? അതെ, ഓയ്, എനിക്കിവിടെ ഒരു ഫ്രീഡം ഇല്ലാന്നേ, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഇത്രയും കാലം ഈ എൻ്റെ വീട്ടിലല്ലേ നിന്നത്, ഇനി വീട്ടിലേക്ക് തന്നെ എനക്ക് പോകണം? ഇവിടെ ഇങ്ങനെ വെച്ചാല് എൻ്റെ വീട്ടിൽ പോണതല്ലേ നല്ലത്. അതെന്താടോ ഇപ്പോൾ വീട്ടിൽ പോകണമെന്നൊക്കെ തോന്നുന്നേ? അവിടെ ആരാ ഉള്ളത്? അവിടെ എൻ്റെ ഉമ്മയപ്പൊക്കെ ഉണ്ടാവും. ഞാൻ കഴിക്കണ ഭക്ഷണമൊക്കെ, ഞാൻ ഉണ്ടാക്കണ ഭക്ഷണമൊക്കെ അവര് കഴിച്ചോളൂ. അപ്പൊ ഇവിടെ ഉള്ളവർ കഴിക്കത്തില്ലേ ഈ ഉണ്ടാക്കിയാല്? കഴിക്കത്തില്ല. അതെന്നാ? കഴിക്കാത്തതല്ലല്ലോ പ്രശ്നം, പിന്നെ കേട്ടില്ലല്ലോ. അതെൻ്റെ ബിരിയാണിയുടെ കഥ എല്ലാരും ഓർക്കണ്ടേ, അതുകൊണ്ടാണ്. ആയുസിൽ പേടിയുണ്ട് എല്ലാവർക്കും. ആഹാ. ആ, ഈ അതിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടണേ? പോയി ഓയ്, എന്നിട്ട് ഇങ്ങനെ അതൊന്നും സാരമില്ലാടോ, ആക്ക് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവില്ലേ? 2 ദിവസം ഇത് തന്നെ നിങ്ങൾ അന്നും പറഞ്ഞത്. ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. ഇപ്പൊ എന്നെ വേണമെന്നാ ഈ പറയണേ? എനിക്കിവിടെ ഒരു ഫ്രീഡവും ഇല്ല. എനിക്ക് അടുക്കളയിലൊക്കെ കയറണം. ഈ കേറിക്കോ. നിങ്ങളെ ഉമ്മയും പെങ്ങളും സമ്മതിക്കണില്ലേ? ഈ കേറിയിട്ട് എനക്ക് മാത്രം ഉണ്ടായി കഴിച്ചാൽ മതി, വേറെ ആർക്കും കൊടുക്കണ്ട. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഞാൻ കേറുന്നില്ല. സമാധാനായില്ലേ? എൻ്റെ പൊന്നോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എനിക്ക് എന്നോടല്ലേ പറയാൻ പറ്റൂ, അവരോട് പറയാൻ പറ്റൂ ഇങ്ങനെ? അവരോട് പറയേ. എന്നതാ ഞാൻ പറയണ്ടേ? ബിരിയാണി ഉണ്ടാക്കണമെന്നാ? നിങ്ങൾ ഇന്നെ കളിയാക്കാ. ശരി. ദേഷ്യപ്പെടല്ലേ ആവശ്യേ? അല്ല, അന്ന് ബിരിയാണി ഉണ്ടാക്കിയ എന്താ കുഴപ്പമുണ്ടായിരുന്നെ? ഒരു കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, ലേശോ. അതിരടി പിടിച്ചു, അത്രയുള്ളൂ. അത്രേ ഉള്ളൂ, പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഇതിനാണ് പിന്നെ അടുക്കളയിൽ കേൾക്കാത്തത്. പിന്നെ ആർക്കായാലും സ്വന്തം ജീവനിൽ പേടി ഉണ്ടാവില്ല ആവശ്യേ, അനക്കില്ലാന്ന് പറഞ്ഞു. ഞാൻ കഴിക്കണില്ലല്ലോ. മകം നിങ്ങൾക്ക് എന്ത് ഞാൻ കൊടുക്കണുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയാല് സ്വന്തമായിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇത് മറ്റുള്ളവർക്കല്ലേ കൊടുക്കല്. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുമ്പോ എനിക്കൊരു സന്തോഷാ. അത് സന്തോഷം എന്തെന്നാന്നറിയോ? എന്തെന്നാ? ഓർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനൊന്നല്ല. ഇനി എന്തുണ്ടാക്കിയാലും എൻ്റെ പൊന്നാരം ആവശ്യം കഴിച്ചു വെക്കണം ആദ്യം. എന്നിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ കഴിക്കുമ്പോൾ തന്നെ റിസൾട്ട് അറിയാമല്ലോ, 10 മിനിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നും ആവശ്യ, എൻ്റെ പരീക്ഷണ വസ്തുവാക്കാനല്ല ഞാൻ എന്നെ കിട്ടിയത്. പിന്നെ എനക്ക് പരീക്ഷിക്കാനുള്ളതാ ഞാൻ. ഇതെന്തെന്ന് പരീക്ഷണ? അല്ല, ഫുഡൊക്കെ വെക്കാനല്ലേ നിന്നെ കിട്ടിക്കിടുന്നേ. നമുക്ക് 10 പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം, എന്നാലും അത് വേണ്ട, റിസ്ക്കാണ്. ലൈഫിന് റിസ്ക് ആണ്ട്രോ, പിന്നെന്തെന്നാ ചെയ്യണ്ടേ? ഓയ്, എല്ലാരും ആയിട്ട് പിണങ്ങിയാല് പിന്നെ സംസാരിക്കാനൊക്കെ ആരെങ്കിലും വേണ്ടേ? ഞാനും വേണ്ടേ? ഞാൻ ഈ എന്തുണ്ടാക്കിയാലും കഴിക്കില്ല, അതെനക്കറിയില്ലേ. അല്ലാണ്ട് സൂചിപ്പിക്കൊന്നും വേണ്ട. അനക്ക് എന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ, അത് വേറെ വിഷയം. ഓയ്, ആവശ്യേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേടിക്കണ്ട, അനക്കുള്ള എല്ലാം അവിടെ ഉണ്ടാവും മേശപ്പുറത്ത്.
അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കും. ആ അതും ആയിക്കോട്ടെ, അതിനുള്ളത് മേശപ്പുറത്തുണ്ടാവും പോരെ? ഉം. മതിയോ? മതി മതി. ഇപ്പൊ സന്തോഷായില്ലയോ? ഇവനൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങിക്കളാം.